ലവ് ജിഹാദിൽ കുടുങ്ങി നഷ്ടമായത് 400ഓളം പെൺകുട്ടികളെയാണ്. അതിൽ 41 പെൺകുട്ടികളെ മാത്രമാണ് തിരിച്ചു കിട്ടിയതും. 23-24 വയസ്സാകുമ്പോൾ തന്നെ പെൺകുട്ടികളെ കെട്ടിച്ചുവിടണം. ഇക്കാര്യം ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കണം. ആശങ്ക പ്രകടിപ്പിച്ച് BJP നേതാവായ PC ജോർജാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രിസ്ത്യാനി എന്തിനാ 25-30 പ്രായമാകുന്നത് വരെ കാത്തിരിക്കുന്നത്? ഭരണങ്ങാനത്തു നിന്നും ഇന്നലെയും ഒരു പെൺകുട്ടി പോയി. വയസ്സ് 25 ആയിരുന്നു. അവരെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. 25 വയസ്സ് വരെ ആ പെൺകുട്ടിയെ പിടിച്ചു വെച്ച അപ്പനിട്ട് അടി കൊടുക്കേണ്ടേ? എന്തേ അതിനെ കെട്ടിച്ചു വിടാത്തതെന്നും? 25 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് ആകർഷണം തോന്നില്ലേ? ഇത് യാഥാർത്ഥ്യമാണ്. മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളാണ്. ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല എന്നും PC ജോർജ് പറയുകയാണ്. മുസ്ലിം പെൺകുട്ടികൾ വഴിപിഴച്ചു പോകുന്നില്ല. എന്താ കാര്യം? അവരെ 18 തികയുമ്പോഴേ പിടിച്ച് കെട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളോ 28-29 ആയാലും വല്ല ശമ്പളവും കിട്ടുന്നത് വരെയെങ്കിലും കെട്ടിക്കില്ല. ആ ശമ്പളം ഇങ്ങി പോരട്ടെ എന്നാണ് നിലപാട്. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ നിർബന്ധമായും 24 വയസ്സിനകം തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണമെന്നും അത് കഴിഞ്ഞ് പഠിച്ചോട്ടെ എന്നും ഇക്കാര്യം ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കണമെന്നുമാണ് PC ജോർജ് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദിന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇതര സമുദായത്തിൽ നിന്നുള്ളവർ പോലും പെൺകുട്ടികളെ പ്രണയം നടിച്ചുകൊണ്ട് അവരെ മുസ്ലിം മതത്തിലേക്ക് മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മതപരിവർത്തനത്തിന്റെ 100 കണക്കിന് വാർത്തകളാണ് ദിനംപ്രതി പുറത്തു വരുന്നതും. ഇവിടെ PC ജോർജ് പറയുന്നു, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ വഴിപിഴച്ചു പോകാതെ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന്. എന്നാൽ മറിച്ചൊന്ന് ചിന്തിച്ചാൽ മുസ്ലിം യുവാക്കളാകട്ടെ ഒരു വശത്ത് മറ്റു മതത്തിൽ നിന്നുള്ള, അതായത് ഹിന്ദുവിൽ നിന്നും ക്രിസ്ത്യാനിയിൽ നിന്നും ഉള്ള പെൺകുട്ടികളെ വലയിലാക്കിക്കൊണ്ട് അവരുടെ സമുദായത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുകയും ഇതുവഴി മുസ്ലിം സമുദായം അവരുടെ ജനസംഖ്യ കൂട്ടുകയുമാണ് ചെയ്യുന്നത്. മറ്റു മതങ്ങൾ അവരുടെ ജനസംഖ്യ ഗണ്യമായി കുറയ്ക്കുകയും മുസ്ലിം സമുദായത്തിലെ ജനസംഖ്യ കൂടുകയുമാണ് ചെയ്യുന്നതെന്നാണ് മറ്റൊരു വാസ്തവപരമായ കാര്യം. ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യത്തിനെയും മയക്കുമരുന്നിന്റെയും പറ്റിയാണ്. ഇത് മാത്രമാണോ കേരളത്തിന്റെ പ്രശ്നം? ഈരാറ്റുപേട്ടയിൽ ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുക്കുകയാണ്. അതെവിടെ കത്തിക്കാനാണ് എന്നൊക്കെ എനിക്കറിയാം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? 14 വയസ്സുള്ള പെൺകുഞ്ഞും അതുപോലെ തന്നെ 41 വയസ്സുള്ള ഒരു തൈക്കിളവനും ആത്മഹത്യ ചെയ്തു. മരത്തിൽ തൂങ്ങി നിൽപ്പുണ്ട്. ഇതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതെല്ലാം എവിടെ പോയി എന്നാണ് PC ജോർജ് ചോദിക്കുന്നത്. പിതാവ് മുൻപ് പള്ളിയിൽ പ്രസംഗിച്ചു, നർക്കോട്ടിക്സ് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ്, മക്കളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ. അന്ന് കേരളം മുഴുവൻ കത്തുകയായിരുന്നല്ലോ. ഈരാറ്റുപേട്ടയിൽ നിന്ന് ആയിരങ്ങളാണ് അരമനയിലേക്ക് ആക്രമിക്കാൻ വന്നത്. അവർ ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ ഒറ്റയ്ക്ക് വന്നിറങ്ങിയ ആളാണ് ഞാൻ. ഒറ്റ പാലാക്കാരനും പ്രതികരിക്കാൻ വന്നില്ല എന്നും വളരെ അപകടകരമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും നമുക്ക് എന്ത് ചെയ്യാനാകുമെന്നും ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നും ഇത് സ്കൂളുകളിൽ നിന്നും മാറ്റാൻ കഴിയില്ല എന്നും എത്ര സ്കൂൾ നല്ലവണ്ണം നടക്കുന്നുണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കുടുംബത്തിലേക്ക് പോകുക, സന്ധ്യാപ്രാർത്ഥന നിർബന്ധമായും വേണമെന്നും അതിന് അപ്പനും അമ്മയും മകളും ഒന്നിച്ചു വേണമെന്നും അതിനുശേഷം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും അപ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യാനാകുമെന്നും അങ്ങനെ മദ്യം അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെന്നും മീനച്ചിലിൽ താലൂക്കിൽ മാത്രം 100ഓളം പെൺകുഞ്ഞുങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്നും എത്ര എണ്ണത്തെ തിരികെ കിട്ടിയെന്നും അതിൽ 41 എണ്ണത്തെ മാത്രമാണ് തിരിച്ചു കിട്ടിയെന്നതെന്നും അതെത്ര വേദനാജനകമായ അനുഭവമാണ് എന്നും എനിക്ക് കിട്ടിയ വലിയൊരു അനുഭവമാണ് എന്നും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്നും. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്കൂളിൽ പിള്ളേരെ ഒന്ന് പേടിപ്പിച്ചാലൊന്നും ഇവിടെ കാര്യങ്ങൾ നടക്കില്ല. കാരണം അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി പോരാടുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് PC ജോർജ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.